ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ജൂൺ 22 ദളപതി വിജയണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. ഈ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു വിഷസ് വിജയണ്ണനോട് ഒരു വിഷസ് പറയുകയും വിജയണ്ണൻ്റെ ടോപ്പ് 5 എൻ്റെ ടോപ്പ് 5 സിനിമകൾ, അപ്പോൾ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും ഞാനാണെങ്കിൽ ഒരു ടോപ്പ് 5 വെക്കും. അപ്പോൾ ഇപ്പം ഈ 2025 ലാസ്റ്റ് സിനിമ വരെ ഉള്ളതിൻ്റെ എനിക്കിഷ്ടപ്പെട്ട ഒരു ടോപ്പ് 5 സിനിമയും കൂടിയാണ് ഞാൻ ഈ വീഡിയോയുടെ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ വിജയണ്ണ, ഹാപ്പി ബർത്ത്ഡേ. ഈ വിജയണ്ണൻ്റെ സിനിമ കരിയർ എന്ന് പറഞ്ഞാൽ 92 വിജയുടെ ആദ്യത്തെ സിനിമ നാളെ തീർപ്പ് തൊട്ട് ഇപ്പം 69 ഇപ്പം ഇറങ്ങാൻ പോകുന്ന ജനനായകൻ വരെ പുള്ളിയുടെ സിനിമ കരിയർ എന്ന് പറഞ്ഞാൽ വളരെ മോശം തുടക്കമായിരുന്നു. ഒരു ഡിസംബർ മാസത്തിലായിരുന്നു ആ പടം റിലീസായത്. അന്ന് ഇതുപോലെ റിവ്യൂ ഒക്കെ വരണമെങ്കിൽ കുറേ സമയം എടുക്കും. അന്ന് റിവ്യൂ വന്നത് ഒരു വാരികയിലായിരുന്നു. ആ വാരികയിൽ അന്ന് ക്രിസ്മസിൻ്റെ ആ ദിവസം കണ്ട അതിൻ്റെ റിവ്യൂ വെളി വന്നപ്പോൾ ആ വാരികയിൽ വിജയണ്ണനെ പറ്റി മോശം വാക്കുകൾ കൊണ്ട് പറയുകയും എന്നുവെച്ചാൽ ഈ ഒരു നടനെ മുഖം കണ്ടുകൊണ്ട് ഒരുത്തം പോലും ടിക്കറ്റ് എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് വിജയ് ആക്ഷേപിച്ച് ആ ഒരു വാരികയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വിജയ് ക്രിസ്മസിൻ്റെ അന്ന് എല്ലാവരും മറിഞ്ഞിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്നൊക്കെ ആ ഒരു വാരികയിൽ, ആ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പം 2025 എത്തി നിൽക്കുമ്പം ആദ്യമേ എഴുതിയ ആ വാരിക ഇപ്പം തിരുത്തിയാണ്. അതായത് ഇപ്പം വിജയുടെ ആ ഒരു പടം ഉണ്ടെങ്കിലേ ആ ഒരു വാരിക വിറ്റ് പോകത്തുള്ളൂ എന്നുള്ള രീതി വരെ വിജയ് കൊണ്ട് എത്തിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട 5 സിനിമ ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, ഓരോ ഡയറക്ടർമാർ വിജയണ്ണൻ്റെ കഴിവുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം. ആകെ യൂസ് ചെയ്തിട്ടുള്ള കുറേ എന്ന് വെച്ചാൽ വിജയ് ചെയ്ത ക്യാരക്ടറുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ ആ ടോപ്പ് 5 ആണ് ഞാനിവിടെ പറയുന്നത്. കൂടുതലും പേര് പുള്ളിയുടെ സ്റ്റാർഡം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പുള്ളിയുടെ കയ്യിൽ ഇഷ്ടംപോലെ ഇപ്പം ശങ്കറും രാജമൗലിയൊക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് ഓരോ രാജമൗലിയുടെ കയ്യിലൊക്കെ ഒരു ആക്ടറെ കിട്ടുവാണെങ്കിൽ ഉള്ള സത്ത് മൊത്തം പിഴിഞ്ഞെടുക്കും. അതുപോലെ ചെയ്യാനാണെങ്കിൽ വിജയ്ക്ക് ഇഷ്ടംപോലെ പിഴിഞ്ഞെടുക്കാൻ ഇഷ്ടംപോലെ ഉണ്ട്. അതൊന്നും ഒരു ഡയറക്ടർ യൂസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം യൂസ് ചെയ്ത കുറച്ച് ഡയറക്ടർമാർ ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ എന്നിട്ട് വിജയ് ചെയ്ത ക്യാരക്ടർ എന്നിട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഞാൻ ഇവിടെ പറയുന്നില്ല. വിജയ് ചെയ്ത ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 ടോപ്പ് 5, അതിൽ കൂടുതലുണ്ട്. ടോപ്പ് 10 പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒത്തിരി ഉണ്ട്. ടോപ്പ് 5 അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ കത്തി. 2014 ഞാൻ ഫസ്റ്റ് ഷോ കാണാൻ പോയ ഒരു സിനിമയാണ്. ദീപാവലിയുടെ അന്നാണ് റിലീസ് ചെയ്ത്. സമന്ത ചേച്ചി വിജയും കൂടെ വന്ന ആദ്യത്തെ പെയറിങ്, മ്യൂസിക് അനിരുദ്ധിൻ്റെ ആദ്യത്തെ മ്യൂസിക് എല്ലാം കൊണ്ടും എനിക്ക് AR മുരുകദാസ് ഡയറക്ഷൻ ഏറ്റവും വെച്ചാൽ ടോപ്പ് 5 വിജയണ്ണൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസിൽ പെടുത്താവുന്ന ഒരു സിനിമയായിരുന്നു കത്തി. ടോപ്പ് 5. 5ാമത്തെ. 4ാമത്തെ സിനിമ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഞാൻ 2 സിനിമ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റത്തില്ല. ഒന്നെന്ന് പറഞ്ഞാൽ 2021 ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത മാസ്റ്റർ. എന്നുവെച്ചാൽ ആ മാസ്റ്ററിനകത്ത് ആ JDയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വിജയുടെ കരിയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു മാസ്റ്ററിനകത്ത് JD. പക്ഷേ സെക്കൻഡ് ഹാഫ് ആ ഒരു പകുതി കഴിഞ്ഞിട്ട് ആ പുള്ളി ലുക്ക് മാറ്റി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലെ പകുതി കഴിഞ്ഞിട്ട് സാധാ ഒരു വിജയ് പടമാക്കി അത് മാറ്റിയിട്ടുണ്ട്. വിജയ് കൊണ്ട് നല്ലോണം പണി എടുപ്പിച്ചിട്ടുണ്ട്. പുള്ളിയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആക്ടിങ് അതിനകത്ത് കാണാൻ പറ്റുമായിരുന്നു മാസ്റ്ററിനകത്ത്. അത് 4ാമത്തെ സ്ഥാനത്തിലോട്ട് വേറൊരു പടം കൂടി ഞാൻ അതിനകത്തൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 2005 പേരരസു ഡയറക്ഷൻ ചെയ്ത ശിവകാശി. എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു വിജയുടെ ക്യാരക്ടർ ബേസിൽ ഇഷ്ടപ്പെട്ട വേറൊരു സിനിമയാണ് ശിവകാശി. അത് എൻ്റെ കൊച്ചു പരുവങ്ങളിൽ ഇറങ്ങിയ സിനിമയാണ്. അത് കണ്ടിട്ടാണ് ഞാൻ വിജയ് ഫാൻ തന്നെ ആയത്. പ്രത്യേകിച്ച് അതിനകത്തെ പുള്ളിയുടെ കോസ്റ്റ്യൂം, ഓരോ വ്യത്യസ്ത എന്ന് വെച്ചാൽ നമുക്ക് അൾട്രാഷൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു കോസ്റ്റ്യൂമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആ കോസ്റ്റ്യൂമൊക്കെ. 3ാമത്തെ പടം, 3ാമത്തെ എന്ന് പറഞ്ഞാൽ ടോപ്പ് 3 ഉൾപ്പെടുത്തിച്ചേക്കെന്ന് പറഞ്ഞാൽ ലിയോ. വിജയുടെ കരിയറിലെ ഏറ്റവും നല്ല ക്യാരക്ടറിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് ലിയോ. എല്ലാവരും ലിയോയെ കാണാൻ വേണ്ടി തീരുമാനം പോയി. പക്ഷേ കിട്ടിയത് നമുക്ക് പാർത്തി തന്നെയാണ്. പക്ഷേ പുള്ളിയെ കൊണ്ട് നല്ലോണം പണി എടുപ്പിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞിട്ട് തൊട്ട് പിഴിഞ്ഞ് എടുക്കത്തില്ല. അതിനകത്തുനിന്ന് ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വിജയ് വെച്ച് യൂസ് ആക്കി. എന്ന് വെച്ചാൽ വിജയ് നല്ലോണം യൂസ് ആക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു ലിയോയുടെ ക്യാരക്ടറാണ് ലിയോ, ലോകേഷ് കനകരാജ്. അതിനകത്ത് ഏറ്റവും എനിക്ക് വിജയുടെ കരിയറിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ആക്ഷൻ സീനായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫൈറ്റിനകത്തുള്ള ആ ഫൈറ്റ് എനിക്ക് എപ്പോഴും എൻ്റെ ഫേവറേറ്റ്. ഇപ്പോഴും വിജയ് കരിയർ മൊത്തം എടുത്ത് നോക്കിയാൽ എൻ്റെ ഫേവറേറ്റ് ഫൈറ്റ് സീൻ അതാ. പിന്നെ വിജയുടെ വ്യത്യസ്തമാർന്ന ഒരു ആക്ടിങ്. പിന്നെ വെങ്കട് പ്രഭു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കോട്ടിനകത്ത് നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഫാമിലി പാസം കൊണ്ട് കുത്തിക്കയറ്റി ആ പടം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 2ാമത്തെ പടം എന്ന് പറഞ്ഞാൽ 2001 രവി ഡയറക്ഷൻ ചെയ്ത ഷാജഹാൻ.
എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് സിനിമയിൽ ഒന്നാണ് ഷാജഹാൻ. വിജയ് ഈ സ്റ്റാർ ആവുന്നതിന് മുമ്പ് റൊമാൻറ്റിക് സ്റ്റാർ ആയിരുന്നല്ലോ. പക്ഷേ വ്യത്യസ്തമാർന്ന റൊമാൻറ്റിക് സ്റ്റോറികൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറെക്കുറെ ഹിറ്റുമായിട്ടുണ്ട്. ചിലതൊക്കെ കാലം മാറി ഇറങ്ങിയ സിനിമയുടെ കൂട്ട് ആ സമയത്തൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു തീം ഇപ്പോഴൊക്കെ കൊണ്ടുവന്ന ആക്സെപ്റ്റ് ആക്കിയത് ആ സമയത്തൊക്കെ പുള്ളി വേറെ വെറൈറ്റി ആയിട്ടുള്ള റൊമാൻറ്റിക് വിജയ് സിനിമകൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം 2000-ന് മുമ്പൊക്കെ പുള്ളി ഏത് ടൈപ്പിലുള്ള പടങ്ങൾ ചെയ്യുന്നതെന്ന്. ഇപ്പം 2003-ന് ശേഷമാണ് പുള്ളിയുടെ ലുക്ക് മാറ്റി ആക്ഷൻ സീനിലോട്ടൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സമയങ്ങളിൽ ഇറങ്ങിയ പടമാണ് ഷാജഹാൻ. എൻ്റെ എന്താ വെച്ചാൽ അശോക് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ പുള്ളി നല്ല കിടിലിനായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ഷാജഹാൻ. ഇപ്പം ടോപ്പ് 1 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പറ ഏത് പടമായിരിക്കും? 1999 7 ഡയറക്ഷൻ ചെയ്ത തുള്ളാതെ മനും തുള്ളും. ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ആദ്യത്തെ സിനിമയെന്ന് പറയുന്നത്. അതായത് ഈ സിനിമ ഞാൻ ഫാനൊക്കെ ആയി കഴിഞ്ഞിട്ട് കണ്ട സിനിമയാണ്. എനിക്കൊരു സ്വഭാവമുണ്ട്, ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു സിനിമയിൽ ഉള്ളൊരു ഫാനായി കഴിഞ്ഞാൽ പുള്ളിയുടെ സിനിമകൾ മൊത്തം കാണും. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു 1-2 സിനിമകളേ ഉള്ളൂ ഞാനിപ്പം കാണാത്തതുള്ളത്. ബാക്കി 69 ഇറങ്ങാൻ പോകുന്നു. 68 സിനിമകളിൽ ഏറെ സിനിമകളും ഞാൻ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് വെച്ച് എന്നുവെച്ചാൽ ഒരു ഇമോഷണി ക്ലൈമാക്സ് ആക്കി നമ്മളെല്ലാം കരയിപ്പിച്ച ഒരു സിനിമയാണ് തുള്ളാതെ മനും തുള്ളും. ഈ ഒരു സിനിമ ആദ്യം വിജയ് അല്ലായിരുന്നു കാസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. ഇത് വടിവേലുവിനെ വെച്ച് ഒരു ചെറിയ എന്ന് വെച്ചാൽ ഒരു ചാർലി ചാപ്ലിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്, ചാർലി ചാപ്ലിൻ്റെ ഒരു തീം എടുത്ത് അത് ചെറിയ രീതിയിൽ ആയിരുന്നു പുള്ളി ആദ്യമേ ഉദ്ദേശിച്ചത്. പക്ഷേ അതിനകത്ത് വിജയെ പിന്നാണ് വിജയെ കാസ്റ്റ് ചെയ്തത് വലിയൊരു കാര്യമായിരുന്നു. അത് ഈ ഒരു പടത്തോടാണ് കേരളത്തിൽ വിജയ്ക്ക് ഏറ്റവും കൂടുതൽ ഫാനുമായത്. പിന്നെ ആ ഫാൻ പോവാതെ പുള്ളി നോക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ടോപ്പ് 5 വിജയ് സിനിമകൾ. ഇനി അടുത്ത വർഷത്തെ ബർത്ത്ഡേ അന്ന് വിജയ് വേറൊരു പൊസിഷനിലായിരിക്കും. ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ അറിയിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ അവസാനിപ്പിക്കുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ വിജയ് അണ്ണ. അപ്പോൾ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ.